നാഗമാണിക്യം കൈവശം വച്ചിട്ട് 24 വർഷങ്ങൾ അതിന് പൂജ ചെയ്ത് അതിൽ നിന്ന് നേടിയെടുത്ത ശക്തി കൊണ്ട് അവൻ സഹായം തേടിക്കാണോ? മനസ്സിലാവുന്നില്ലല്ലോ. എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? അവൻ ജീവനോടുണ്ടോ അതോ മരിച്ചോ? മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൃതദേഹം കാണേണ്ടതായിരുന്നു. അതുമില്ല. ജീവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടിൽ വരേണ്ട സമയം കഴിഞ്ഞു. അതും ഉണ്ടായില്ല. ഒരുപക്ഷെ അവൻ ജീവിച്ചുമില്ല മരിച്ചുമില്ല എന്ന അവസ്ഥയിലായിരിക്കും. എന്തായിരിക്കും ഉണ്ടായിരിക്കുക പരമേശ്വര? സത്യം എങ്ങനെ അറിയാനാ? എന്റെ വയറ്റിൽ നാഗമാണിക്യമുണ്ട്, നാഗലോകത്തിന്റെ വംശമുണ്ട്, വലിയ ഉത്തരവാദിത്തം തന്നെയുണ്ട്. തൃശൂലിന്റെ പഴയ ജന്മത്തെ പറ്റിയുള്ള ഓർമ്മകൾ വരുത്തുക എന്നത് വലിയ ലക്ഷ്യമാണ്. അതിനിടയിൽ ആ ദിഗ്വജയന്റെ ശവം പോലും കിട്ടിയിട്ടില്ല. അത് വലിയൊരു ആപത്തിന്റെ മുൻസൂചനയാണോ? എന്താ ചെയ്യുക? അതിനെപ്പറ്റി ഞാൻ എങ്ങനെ അറിയാനാ? എന്തായിരിക്കും കാര്യം? അവൻ എവിടെ ഉണ്ടാവും ഇപ്പൊ? എന്റെ ദൈവമേ, ആരൊക്കെയോ മിസ് കോൾ ചെയ്യുന്നുണ്ട്. തിരിച്ചു വിളിക്കുമ്പോ അങ്ങോട്ടും ബിസിയാക്കും. അല്ല, ഇത്ര ബുദ്ധിമുട്ട് ഇവരൊക്കെ എന്തിനാണോ മിസ് കോൾ ചെയ്യുന്നത്? ഗോവിന്ദ, നിന്റെ അളിയൻ എങ്ങാനും വിളിച്ചായിരുന്നോ? നല്ല കഥയായി. അല്ല, അളിയൻ അടുത്തുള്ളപ്പോ തന്നെ എന്നോട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോ എന്നെ ഫോൺ ചെയ്ത് വെറുതെ അളിയൻ സമയം കളയോ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. ദമയന്തി, പോയി അവനോടും ചോദിക്കുകയാണല്ലേ? അല്ല, ദിഗ്വിജയ് ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പോലും ഒരു ഫോൺ പോലും വിളിച്ചില്ലല്ലോ. ഇതൊക്കെ ആദ്യമായിട്ടാണോ? നമുക്കിതൊക്കെ അറിയാവുന്നതല്ലേ. വെറുതെ എന്തിനാ ഇതൊക്കെ അവനോട് ചോദിക്കുന്നത്? അത് പോയിന്റ്. അളിയനെ അമ്പലം എന്നൊക്കെ പറഞ്ഞ് അവിടെ എവിടെയും കറങ്ങി നടക്കുന്നുണ്ടാവും. ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിക്കുന്നവരെ നമുക്കത് അറിയാനും പറ്റില്ല. ഇങ്ങോട്ട് വിളിച്ചോളുന്നേ, അല്ലെങ്കിൽ വരും. ഫോൺ ചെയ്ത് സ്വന്തം ഭാര്യയോടെങ്കിലും 2 വാക്ക് പറയരുത് അദ്ദേഹത്തിന്. നമ്മൾ എന്താ കരുതണ്ടേ? എങ്ങോട്ട് പോയോ? എന്ത് സംഭവിച്ചോ? വാ ശിവാനി. അല്ല മോളെ, നീ ഒരു ഗർഭിണിയാണ്. ഗർഭിണികൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് തിന്നണം, ഇത് തിന്നണം എന്നൊക്കെ പറയും. നീയാണെങ്കി ഒന്നും കഴിക്കാൻ വേണമെന്ന് പറയുന്നത് കേൾക്കുന്നേ ഇല്ലല്ലോ. വയറ് വിശന്നാലല്ലേ കഴിക്കാൻ പറ്റും മുത്തശ്ശി. എന്ന് വെച്ചാ ആഗ്രഹങ്ങൾ ഇതുവരെ തുടങ്ങിയില്ല എന്ന് പറ. തൃശൂൽ, നീ ഇവളെ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിനൊന്നും കൊണ്ടുപോകുന്നില്ലേ? കൊണ്ടുപോയിട്ട് വാടാ. എന്ത് കഴിക്കണമെന്നും ഡോക്ടർ നോക്കിയാലല്ലേ അതൊക്കെ പറയാൻ പറ്റൂ. സ്കാനിംഗ് ഒക്കെ നടത്തണ്ടേ? ആമേ, പൂജ അതെന്ന് പറഞ്ഞ് കുറച്ച് ബിസി ആയിരുന്നില്ലേ? ഞാൻ കൊണ്ടുപോയിക്കോളാം. തൃശൂൽ, ഇന്ന് തന്നെ കൊണ്ടുപോകാൻ നോക്ക്. അത് നാളെയൊന്നും പറഞ്ഞ് നീട്ടി വെക്കണ്ട. ഇല്ല മുത്തശ്ശി, ഞാൻ ഇന്നെ കൊണ്ടുപോവാം. ശിവാനി, വേഗം റെഡി ആയിട്ട് വായോ. തൃശൂൽ, അവിടെ മുമ്പിലൊന്ന് നിർത്തോ. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ. ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് പോകുന്നതല്ലേ നല്ലത്. എല്ലാം നല്ലതുപോലെ നടത്തി തരണേ ദൈവമേ. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ നടക്കാൻ അനുഗ്രഹിക്കണേ ദൈവമേ. വേദന, കുറ്റബോധം, സംശയങ്ങൾ, വിഷമം എല്ലാം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും മുകളിൽ എന്റെ മനസ്സിലൊരു ചോദ്യം കിടക്കല്ലേ. എല്ലാത്തിൽ നിന്നും എനിക്കൊരു മോചനം താ ദൈവമേ. ശിവാനി,
തൃശൂർ പ്രദക്ഷിണം ചെയ്യാൻ വാ. ആ അതൊന്ന് നിക്കോ. അവിടെ എന്താ അത്ര ആളുകൾ കൂടി നിൽക്കുന്ന? അവിടെ ഒരു ഗുരുജി ഇരിപ്പുണ്ട്. അദ്ദേഹം കൈ നോക്കി നമ്മുടെ ഭാവിയെ പറ്റി പറയും. ആ പറയുന്നതെല്ലാം സത്യവുമാ. ഇങ്ങനെ ഒരു സ്വാമിജിയെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കാരണം മരിച്ചവൻ ഇവിടെ എങ്ങനെ വരാനാ? വേഷവും ആടയാഭരണങ്ങളും ഭാഷയും മാറിയാലും വ്യക്തി അവൻ തന്നെയാ. എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? നിന്റെ വിവാഹം ഉടൻ നടക്കും. കനവുകൾ, കണ്ണിറയെ കനവുകൾ, മനസ്സ് നിറയെ കനവുകൾ. ശരീരവും ആത്മാവും എന്തോ തേടി അലയുന്നു. വരൂ, കൈ നീട്ടൂ. ജ്വാലമാലിനിക്ക് നിന്നോടെന്തോ പറയാനുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ കൈ കൊടുക്കാറില്ല. കൈ കൊടുക്കുന്ന എനിക്കിഷ്ടമല്ല. മിടുക്കി, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഇവൻ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനിടയിൽ നീ ആരാണെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിനെനിക്ക് ഉത്തരമൊന്നും ആവശ്യമില്ല. ഹേ ബാലികേ, നിന്നെ അലട്ടുന്നത് എന്താണ്? എന്നെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലേ? നീ ആരാണെന്ന് പറയാ. ജ്വാലാമാലിനിയുടെ ആശീർവാദമുള്ള മനസ്സാണ് എന്റേത്. ഒരിക്കൽ കണ്ട മുഖം, കേട്ട വാക്ക് മറക്കില്ല ഞാൻ. ഈ മുഖം ഞാൻ മുൻപ് കണ്ടിട്ടേയില്ല. ഈ ധ്വനി ഞാൻ എന്റെ ആയുസ്സിൽ കേട്ടിട്ടില്ല. നമ്മെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നോ? ഈ മുഖം നീ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്റെ ധ്വനി നിന്റെ കർണങ്ങൾക്ക് പരിചിതമോ? ഇല്ല, ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തോന്നി. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ജ്വാലമാലിനിയുടെ അനുഗ്രഹമുണ്ട് നിനക്ക്. പൊയ്ക്കോളൂ. മരിച്ചവൻ എങ്ങനെ വീണ്ടും തിരിച്ചു വന്നു? ഇവന്റെ ഈ വേഷഭൂഷാദികളെല്ലാം വെറുതെയാണല്ലോ. ഇവൻ തിരിച്ചു വന്നതിനും ദിഗ്വിജയന്റെ ജഡം കാണാത്തതിനും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കോ? ഇവനെന്താ എന്നെ കണ്ടിട്ടേ ഇല്ലാത്തതുപോലെ പെരുമാറുന്ന? വീണ, ഇനി കണ്ണു തുറന്നോളൂ. Wow, amazing. Wow, wow, oh my god. അജിത്, നമ്മളിത് എവിടെയാ? ഇത് ഏത് സ്ഥലാ? മന്ദാരഗിരി. എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല അജിത്. ഇത്ര ഭംഗിയുള്ള സ്ഥലം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര ഭംഗിയുള്ള സ്ഥലം കാണുമെന്ന് ഞാൻ കരുതിയതേയില്ല. വാവ്, അമേസിംഗ്. അവിടെ നോക്ക്.
അജിത്, നമ്മുടെ ഭൂമിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളും ഉണ്ടോ? ഇത് ഭൂമിയിലുള്ള സ്ഥലമല്ല വീണ, ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ. വീണ അത് കണ്ടോ? അതിനടുത്ത് കാണുന്നതാ കിന്നര ലോകം. അവിടെ നേരത്തേക്ക് നോക്കിയേ, ഗന്ധർവ ലോകം. അത് നേരെ മുൻപോട്ട് പോയാൽ ഗരുഡ ലോകത്തിലെത്തും. അതായത് നിന്റെ ലോകോ? വീണ, ഈ എല്ലാ ലോകത്തുള്ളവരും വിശ്രമിക്കാനെത്തുന്ന ഇവിടെയാ. എനിക്ക് ഇവിടം വരെ പ്രവേശിക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അതെന്താ? അത് ഒന്നുമില്ല, വിട്ടേക്ക്. അല്ല, ഈ സുന്ദരമായ ലോകത്തിൽ നിന്നും എന്താ ഞങ്ങളുടെ ലോകത്തിലേക്ക് വന്നേ? എന്റെ സുന്ദരിയെ തേടി വന്നതാ. അവിടെ ഒരു സുന്ദരമുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? അതെല്ലാം പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലോ? അതൊക്കെ സമയാകുമ്പോ ഞാൻ പറയാം. അതിനു മുൻപ് നമ്മുടെ കല്യാണം നടക്കട്ടെ. ഡാഡി എവിടെ പോയിരിക്കുക? ഡാഡി വന്ന ഉടനെ ഞാൻ ഈ കാര്യം പറയും. എന്തായാലും ഡാഡി നമ്മുടെ കാര്യം സമ്മതിക്കും. അജിത്, നീ എന്താ ആലോചിക്കുന്നേ? അത് കല്യാണം കഴിഞ്ഞിട്ട് ചന്ദ്രലോകത്തിലേക്ക് പോകാന്നാണ് കരുതിയത്. പക്ഷേ അതിനു മുൻപേ ഇപ്പൊ തന്നെ വീണ, ഇതെന്താ ഇങ്ങനെ? കുറെ നേരമായിട്ട് ഫോണിലേക്ക് കോൾ വരുവാണല്ലോ. പരിചയമില്ലാത്ത നമ്പറുമാണ്. ഇനി അളിയൻ എങ്ങനെ വിളിച്ചതായിരിക്കും? ചേച്ചി, അമ്മായി, മോളെ, വേമ വേമ. എന്താ എന്ത് പറ്റി? ദേ അളിയെ 2-3 പ്രാവശ്യമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. സത്യമാണോ? നിന്റെ അളിയൻ തന്നെയാണോ വിളിച്ചത്? നീ അതൊന്ന് എടുക്ക്. വെയിറ്റ്, അളിയൻ പുറത്തേക്ക് പോകുമ്പോഴേ ഇവിടെയുള്ള ആരെ വേണമെങ്കിലും വിളിക്കാം. ഉത്തരവാദിത്വം കൂടുതൽ എനിക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ വിളിച്ചതായിരിക്കും. ഗോവിന്ദ, ആദ്യം ഫോൺ എടുത്തൊന്ന് സംസാരിക്കാം. ഹലോ അളിയ. ലോണോ? EMI? എന്റെ ലോണും EMI ഒക്കെ നീ തന്നെ കെട്ടിയേക്ക്. വെക്കട ഫോൺ. അളിയനായിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോ ഏതോർത്തും വിളിച്ചേക്കുന്നു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ആയിരിക്കും ഫോൺ വിളിച്ചതെന്ന്. ചോദിക്കുകയും പറയുകയും ചെയ്യാതുള്ള അവന്റെ പോക്ക് ഇത്തിരി കൂടി പോകുന്നുണ്ട്. അല്ല, വീട്ടിൽ ഇത്രയും ആളുകളുണ്ട്, ഒരാളോടെങ്കിലും അവനൊന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? ഈ അളിയനെ വീട്ടിലുള്ളവരെ യാതൊരു വിലയുമില്ല. എന്നാ പുറത്തുള്ളവരെ വലിയ കാര്യമാണ്. നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ആ നന്ദീശനോട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കാം. നന്ദീശനോട് നമ്മൾ ചോദിച്ചാ പറയുവോ? അമ്മായി ചോദിച്ചാ പറയുമല്ലോ. ചേച്ചി, അവനൊന്ന് വിളിച്ചേ, എന്നിട്ട് എവിടെയുണ്ടെന്ന് ചോദിക്കാം. ഒരു നിമിഷം. നന്ദീശൻ ഇപ്പൊ എവിടെയാ? ഞാൻ പുറത്താണല്ലോ കൊച്ചമ്മേ. അദ്ദേഹം കൂടെ ഉണ്ടോ നന്ദീശ? ഇല്ല കൊച്ചമ്മേ, ഞാൻ വേറെ കുറച്ച് തിരക്കുമായിട്ട് പുറത്തേപ്പോ ഉള്ളത്. അതെയോ? നന്ദീശനെ അദ്ദേഹം വിളിക്കോ മറ്റോ ചെയ്തായിരുന്നു? എവിടെയാണെന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ കൊച്ചമ്മേ, അദ്ദേഹത്തെ അന്ന് അവസാനമായിട്ട് വീട്ടിൽ വെച്ചാ കണ്ടത്. പിന്നെ ഫോണിലും കിട്ടിയിട്ടില്ല, എവിടെയും കണ്ടിട്ടുമില്ല. അതെയോ നന്ദീശ? ഞാൻ കരുതി ചിലപ്പോ നന്ദീശനെ വിളിച്ചിട്ടുണ്ടാവുമെന്ന്. ശരി കൊച്ചമ്മേ, ഞാൻ മറ്റൊരു അത്യാവശ്യമായിട്ട് പുറത്തു വന്നിരിക്കപ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. നന്ദീശനും അദ്ദേഹം എവിടെയാണെന്നൊന്നും അറിയില്ല. എങ്ങോട്ടായിരിക്കും ഇവൻ പോയത്? വീട്ടിൽ നമുക്കാർക്കും അറിയാത്ത എന്തോ പ്രശ്നം ഉണ്ടായി കാണുമെന്നാ എനിക്ക് തോന്നുന്നേ. വീട്ടിലെ മരുമകളാണെങ്കിൽ ഗർഭിണിയാണ് താനും. അവളുടെ മുന്നിലൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞ മനസ്സ് വിഷമിച്ചാലോ സങ്കടപ്പെട്ടാലോ എന്നൊരു പേടിയാ എനിക്ക്. ദിഗ്വിജയൻ എവിടേക്കാ പോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഇവൻ അവൻ തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. എന്നാൽ ഞാൻ ആരാന്നറിയില്ലെന്ന് പറയുന്നതിലാണ് സംശയത്തിന് വഴിയൊരുക്കുന്നത്. എന്തായിരിക്കും ഇവന്റെ ഉദ്ദേശം? മരിച്ചവൻ ജീവനോട് എങ്ങനെ തിരിച്ചു വന്നു? മരിച്ചുപോയ ദിഗോജയുടെ ജഡം എവിടെ? ഇവൻ വന്നതും അവിടെ ദിഗോജയനെ കാണാതായതും എല്ലാം എന്തെങ്കിലും ദുരന്തത്തിന്റെ മുന്നോടിയാണോ? എന്താണ് ഞാനിപ്പോ ചെയ്യുക? തൃശൂലിനോട് എല്ലാം പറയട്ടെ. തൃശൂൽ എവിടെ?
തൃശൂൽ, വന്നോ? പോവാം. ഞാൻ അയാളെ കണ്ടു. ആര്? ത്രയംബക ഗുരുവിനെ. അതാരാ? അത് തന്നെ തൃശൂൽ. നമ്മുടെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് പൂജ നടത്താൻ വരില്ലേ? നെറ്റിയില് ഗരുഡന്റെ മുദ്രയൊക്കെ കുത്തി. ആ ശരിയാ, നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുള്ള ആളല്ലേ? അതിലിപ്പോ എന്താ പ്രശ്നമുള്ളേ? അദ്ദേഹം ഇപ്പൊ ഈ അമ്പലത്തിലുണ്ട്. അദ്ദേഹം ഇവിടെ വന്നെന്നോ? എന്റെ ഒരു അറിവ് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ പുറത്തു പോകുന്ന ആളല്ലല്ലോ. അദ്ദേഹം ഇവിടേക്ക് എന്തിനാ വന്ന്? ഹേ ശിവാനി, നീ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. അദ്ദേഹത്തിന്റെ മുഖച്ചായ ഉണ്ടാവുമായിരിക്കും. അല്ല തൃശൂർ, ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടു. ഞാൻ കണ്ടത് അദ്ദേഹത്തെ തന്നെയാ. ഇവിടെ താഴെ തന്നെ ഉണ്ട്. ഉറപ്പാണോ? ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനൊന്ന് അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. എവിടെടാ നീ പറഞ്ഞ തക്ഷകസ്വാമി? എടാ നിന്നോടാ ഈ ചോദിക്കുന്നത്. എടാ നീ വാ തുറന്ന് എന്തെങ്കിലും പറയടാ. നീ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്കൂടെ ടെൻഷൻ ആവുക. ഡാ എന്തെങ്കിലും പറയടാ. എടാ ഞാനിപ്പോ എന്ത് പറയാനാ? നീ ആ പുക വലിക്കുന്നൊന്ന് നിർത്തിയിട്ട് വായ തുറന്ന് എന്തെങ്കിലും പറയടാ. അദ്ദേഹത്തിനെ കാറിൽ വിളിച്ചോണ്ട് വരികയായിരുന്നു. അവിടെ ഒരു വലിയ കുളമില്ലേ? മനസ്സിലായി, ആ വലിയ കുളം. അവിടെ എന്തുണ്ടേ? അവിടെ അദ്ദേഹം കാർ നിർത്താൻ പറഞ്ഞു. കാരണമൊന്നും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ കാർ നിർത്തി. കാർ നിർത്തിയ ഉടനെ തന്നെ അദ്ദേഹം വെള്ളത്തിൽ കൂടെ പടപടാന്ന് നടന്ന് അക്കരെ എത്തി. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ തിരിച്ചു വരും എന്ന് വിചാരിച്ച് ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്റെ ദൈവമേ, ഇനിയിപ്പോ അദ്ദേഹത്തെ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനുകളും ഇല്ലാതാകും. എന്റെ ഒരു സംശയം കാണുമ്പോ ചോദിക്കണമെന്ന് കരുതിയതാ. ഈ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുന്ന വിദ്യ പഠിച്ചെടുക്കുന്നല്ലോ. അതങ്ങ് പഠിച്ചോണ്ടല്ലോ ഈ പട്ടി കടിക്കാൻ വരുമ്പോ ഓടി രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും അല്ലേ? അവിടെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരു വലിയ കുളം ഉണ്ടായത്? ഇവിടെ തന്നെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ നമുക്ക് ഗുരുക്കളെ അന്വേഷിക്കാം. എന്റെ കൂടെ വാ, ഗുരുക്കളെ പോയി അന്വേഷിക്കാം. വാടാ. ഈ കുങ്കുമം വീടിന് ചുറ്റും വിതറൂ. ഭൂതപ്രേത പിശാചിൽ നിന്ന് നിവാരണം ലഭിക്കുന്നതാണ്. സ്വാമിജി, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ ആവശ്യം പറയൂ. അങ്ങ് ആരാണെന്ന് എനിക്കറിയാം സ്വാമിജി. എന്റെ വീട്ടിൽ അങ്ങ് പൂജ നടത്താനൊക്കെ വരാറുണ്ടായിരുന്നു. ഏത് വീട്ടിൽ? ഏത് ദിക്കിൽ? ആരാണ് നീ? സ്വാമിജി, ഇത് ഞാനാണ്, ദിഗ്വിജയന്റെ മകൻ. നീ ദിഗ്വിജയന്റെ മകനാണെന്നത് സത്യം തന്നെയാണ്. എന്നാൽ നീ വിശ്വസിച്ചു വച്ചിരിക്കുന്നത് തെറ്റ്. ഞാൻ ത്രയംബകനല്ല, തക്ഷകനാണ്. അല്ല, പക്ഷെ നിങ്ങളെ കാണാൻ ശരിക്കും ഒരേ രൂപമാണ്, പക്ഷേ പേരുകൾ വെവ്വേറെ. രൂപത്തിലെ ഞങ്ങൾ തമ്മിൽ സമാനതകളുള്ളൂ. ഇയാളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്വാമിജി, അങ്ങ് എന്റെ അച്ഛനെ അന്വേഷിച്ച് വന്നതാണോ? ഞാൻ ആരെയും അന്വേഷിച്ച് ചെല്ലാറില്ല. വേണമെന്നുള്ളവർ എന്നെ അന്വേഷിച്ചു വരാറേയുള്ളൂ. വിജയീ ഭവ. പൊയ്ക്കൊള്ളൂ, നന്മയുണ്ടാകട്ടെ. ഇതെന്താണിത്? സ്വാമികള് വേറെ സ്വാമിയല്ല, ആ സ്വാമികള് എന്ന് പറഞ്ഞു വരും, ദാന്ന് പറഞ്ഞു പോകും. അതേടാ, ആ ഗുരുജി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കത്തില്ലടാ. ഒരു വീടില്ല, ശരിക്കൊരു മേൽവിലാസമില്ല. ഇതൊന്നും അറിയാതെ അയാളെ നമ്മൾ എവിടെ പോയി തപ്പിയെടുക്കാനാ? ഡേയ് നോക്കടാ, നിന്റെ ആ സമയത്ത് നടന്നു പോകുന്നു. ഗുരുജി, ഗുരുജി നിക്കണേ. ഗുരുജി, ഗുരുജി, ഗുരുജി പോലെ നിക്കണേ.